പശുക്കളിലെ പ്രതിരോധ കുത്തിവയ്പ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാം. ശാസ്ത്രീയമായ കന്നുകാലി പരിപാലനത്തിൽ, പ്രത്യേകിച്ച് പശു വളർത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗങ്ങളുടെ പ്രതിരോധം. രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് വാക്സിനേഷനുകൾ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. കന്നുകാലികൾക്ക് അവയ്ക്ക് വരാവുന്ന രോഗങ്ങൾക്കനുസരിച്ചും നമ്മുടെ കാലാവസ്ഥയിൽ കണ്ടുവരുന്ന രോഗങ്ങൾക്കനുസരിച്ചും ചില പ്രാദേശികമായ വ്യതിയാനങ്ങൾക്കനുസരിച്ചുമൊക്കെ ധാരാളം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകേണ്ടതുണ്ട്. എങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പുകളെക്കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മൃഗത്തിന് മാത്രമേ പ്രതിരോധ കുത്തിവയ്പ്പ് കഴിവതും നൽകാവൂ. രോഗാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതോ ആയ ഒരു മൃഗത്തിന് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഒരു പ്രദേശത്ത് രോഗം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ആ രോഗബാധിതമായ മൃഗത്തിൻ്റെ കൂടെ നിൽക്കുന്ന മൃഗങ്ങൾക്കോ തൊട്ടടുത്ത വീട്ടിലെ മൃഗങ്ങൾക്കോ കുത്തിവയ്പ്പ് എടുക്കുന്നത് ഉചിതമല്ല. അതേസമയം രോഗാവസ്ഥയിലുള്ള ഒരു മൃഗത്തെ കണ്ട പ്രദേശത്തിനും ഒരു വലിയ ചുറ്റളവിൽ നിന്നും അകത്തേക്ക് ചെയ്തു വരുന്ന വാക്സിനേഷൻ രീതികൾ ഇന്ന് നിലവിലുണ്ട്. അത് കുഴപ്പമില്ലതാനും. പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ ശരീരം പ്രതിരോധശേഷി ആർജിക്കുന്നില്ല. ശരാശരി 3 മുതൽ 4 ആഴ്ചകൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു പ്രതിരോധശേഷി ശരീരം ആർജിക്കുന്നത്. ഈ സമയത്ത് പൊതുവെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മറ്റു രോഗങ്ങളോടുള്ള പ്രതിരോധശേഷി വളരെ കുറവായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ ആരോഗ്യമുള്ള മൃഗത്തെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണം എന്ന് പറയുന്നതും അത്തരം മൃഗങ്ങൾക്ക് രോഗാവസ്ഥയിലുള്ള മറ്റു മൃഗങ്ങളിൽ നിന്നും ഒരകലം പാലിച്ച് അവയിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് പറയുന്നതും. എന്ന് മാത്രമല്ല, രോഗാവസ്ഥയുള്ള പ്രദേശത്തെ സന്ദർശിച്ച ആളുകളോ മറ്റുള്ളവരോ ഒന്നും തന്നെ ഈ സമയങ്ങളിൽ മൃഗങ്ങളെ സന്ദർശിക്കുന്നതും അത്ര നല്ലതല്ല. കന്നുകാലികൾ പ്രധാനമായും നമ്മുടെ നാട്ടിൽ നൽകി വരുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് എന്നത് കുളമ്പ് രോഗത്തിന് എതിരെയുള്ളതാണ്. മഴക്കാലങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന കുരലടപ്പൻ രോഗത്തിനെതിരെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുത്തിവയ്പ്പ് നടത്താറുണ്ട്. ആന്ത്രാക്സ് പോലെ വളരെ ഭീതിതമായ രോഗങ്ങൾക്കെതിരെ ആ രോഗം വന്ന പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്. പുതിയ കുളമ്പ് രോഗ കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ സ്ഥിരമായി ഒരു കൃത്യമായ ഇടവേളകളിൽ മൃഗാശുപത്രി വഴി കർഷകർക്ക് നൽകി വരുന്നുണ്ട്. പൊതുവെ മൃഗാശുപത്രികളിൽ ആ പ്രദേശത്ത് ഓരോ മാസവും ഉണ്ടാകാറുള്ള അല്ലെങ്കിൽ ഓരോ സീസണുകളിലും ഉണ്ടാകാറുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു രേഖ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടെ തുടർച്ചയായി വരുന്ന രോഗങ്ങൾക്കും അനുസരിച്ച് ആയിരിക്കും പൊതുവെ ഒരു മേഖലയിലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തീരുമാനിക്കുന്നത്. ഈ അടുത്ത കാലത്താണെങ്കിൽ കേരളത്തിൽ വ്യാപകമായി വന്ന മറ്റൊരു അസുഖമാണ് ചർമ്മമുഴ. ഇങ്ങനെ കാലം മാറും തോറും മാറി വരുന്ന അസുഖങ്ങൾക്കെതിരെയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നേടേണ്ടതുണ്ട്. അതിനായി കഴിവതും തൊട്ടടുത്ത മൃഗാശുപത്രിയെ സമീപിച്ച് അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക.